ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാനാവട്ടെ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ കർത്താവ് ചെയ്ത മറ്റ് ഒരു തളർവാദ രോഗിയെ സൗഖ്യമാക്കുന്നതാണ്. ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കഫർനഹൂമിൽ ചെന്നു. അവൻ വീട്ടിലുണ്ടെന്ന് സ്തുതിയായി. ഉടനെ വാതിൽക്കൽ പോലും ഇടമില്ലാതെ വണ്ണം പലരും വന്നുകൂടി. അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. അപ്പോൾ 4 ആൾ ഒരു പക്ഷവാതക്കാരനെ ചുമന്ന് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരുഷാര നിമിത്തം അവനോട് സമീപിച്ച് കൂടായിയാൽ അവനിരുന്ന ആ സ്ഥലത്തിൻ്റെ മേൽപ്പൂര പൊളിച്ച് തുറന്നു പക്ഷവാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷവാതക്കാരനോട്, മകനെ, നിൻ്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ ചില ശാസ്ത്രിമാർ ഇരുന്നു. ഇവൻ ഇങ്ങനെ ദൈവദൂഷണം പറയുന്നത് എന്ത്? ദൈവം ഒരുവരല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആരെന്ന് ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ അവൻ്റെ ഉള്ളിൽ ചിന്തിക്കുന്നത് യേശു ഉടനെ മനസ്സിൽ ഗ്രഹിച്ച് അവരോട്, നിങ്ങളിങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ത്? പക്ഷവാതക്കാരനോട്, നിൻ്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറയുന്നോ, എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്കുക എന്ന് പറയുന്നു, ഏതാവുന്നു എളുപ്പം എന്ന് ചോദിച്ചു. എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷവാതക്കാരനോട്, എഴുന്നേറ്റ് കിടക്കെടുത്ത് വീട്ടിലേക്ക് പോകാം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ എഴുന്നേറ്റ് കിടക്കെടുത്ത് എല്ലാവരും കാണുക പുറപ്പെട്ടു. അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു. ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പോൾ ഈ വലിയൊരു സംഭവം, രോഗി കിടക്കുന്നു, ചുമന്നുകൊണ്ട് വന്ന രോഗി കിടക്കെടുത്ത് പോകുന്നു. തളർന്നു കിടക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക്, നിങ്ങൾ മാനസികമായി തളർന്ന് കിടക്കുന്നവരായിരിക്കാം, നിങ്ങൾ രോഗികളായിരിക്കുകയല്ല. ഡിപ്രഷൻ ഈ കാലഘട്ടത്തിലെ ഒരു വലിയ രോഗം, മാനസിക തകർച്ച വലിയൊരു രോഗമാണ്. അങ്ങനെ നിങ്ങൾ കിടക്കുന്നവരാണെങ്കിൽ പാപം മോചിക്കപ്പെടുവാൻ ശക്തനായ കർത്താവ് നിങ്ങളുടെ പാപങ്ങൾ മോചിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ധൈര്യം ലഭിക്കും. ആ ധൈര്യം, നമ്മൾക്ക് പാപമുണ്ടെങ്കിൽ നമ്മൾ ക്ഷീണിച്ചു, നമ്മൾ പ്രയാസപ്പെടും. ആ പാപമോചനം പ്രാപിക്കുമ്പോഴേ നമ്മൾക്ക് സൗഖ്യവും സന്തോഷവും ലഭിക്കും. എത്ര രോഗം, ക്ഷീണവും വേദനയും ഒക്കെ ഉണ്ടെങ്കിലും പാപമോചനം ബോധിച്ചവരാണ് പാപം നമുക്ക് മോചിച്ച് കിട്ടിയെന്നുള്ള ഒരു വലിയ വിശ്വാസമുള്ള ആളുകൾക്ക് അതിനെ അതിജീവിക്കുവാനുള്ള ദൈവശക്തി ലഭിക്കും. 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ അവന് ഒരു ടാക്സ് കളക്ടർ കൊടുക്കുന്ന വലിയ മാനസാന്തരമാണ്. 13-ാം വാക്യത്തിൽ വിശുദ്ധ മർക്കോസ് 2-ാം അധ്യായം 13 മുതൽ, അവൻ പിന്നെയും കടൽക്കരച്ച് പുരുഷാരമൊക്കെയും അവൻ്റെ അടുക്കൽ വന്നു. അവനവരെ ഉപദേശിച്ചു. പിന്നെ അവൻ കടന്നു പോകുമ്പോൾ അൽഫായുടെ മകനായ ലേവി ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. അവൻ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ പല ചുങ്കക്കാരും പാപികളും യേശുവിനോടും അവൻ്റെ ശിഷ്യന്മാരോടും കൂടെ പന്തിയിലിരുന്നു. അപ്പോൾ അവിടെ അവനെ അനുഗമിച്ചവർ അനേകരായി. അവൻ ചുങ്കക്കാരോടും പാവികളോടും കൂടെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് പരീശന്മാരുടെ കൂട്ടത്തിലുള്ള ശാസ്ത്രിമാർ കണ്ടിട്ട് അവൻ്റെ ശിഷ്യന്മാരോട്, അവൻ ചുങ്കക്കാരോടും പാവികളോടും കൂടെ വീഞ്ഞു കുടിക്കുന്നത് എന്തേ എന്ന് ചോദിച്ചു. യേശു അത് കേട്ട് അവരോട്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഞാൻ നീതിമാന്മാരെ അല്ല, പാപികളെ അത്രേ വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു. യോഹന്നാൻ്റെ ശിഷ്യന്മാരും പരീശന്മാരും ഉപവസിക്ക പതിവായിരുന്നു. അവൻ വന്നവനോട്, യോഹന്നാൻ്റെയും പരീശന്മാരുടെയും ശിഷ്യന്മാർ ഉപവസിക്കുന്നുവല്ലോ, നിൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്ന് ചോദിച്ചു. യേശു അവരോട് പറഞ്ഞത്, മണവാളൻ കൂടെയുള്ളപ്പോൾ തോഴ്മക്കാർക്ക് ഉപവസിപ്പാൻ കഴിയുമോ? മണവാളൻ കൂടെ ഇരിക്കും കാലത്തോളം അവർക്ക് ഉപവസിപ്പാൻ കഴിയുകയില്ല. എന്നാൽ മണവാളൻ അവരെ വിട്ടു പിരിയുന്ന കാലം വരും. അന്ന് ആ കാലത്ത് അവർ ഉപവസിക്കും. ദൈവത്തിൻ്റെ ആ വലിയ കൃപ മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തിയാണ്. കർത്താവിനെ കൂടാതെ നിങ്ങൾ ജീവിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് തളർന്നു കിടക്കുന്ന അവസ്ഥയായിരിക്കും. ഏത് പാപിക്കും യേശുവിൻ്റെ അടുക്കൽ വരാം. യേശു ആ പാപികളെ തേടി വരുന്ന ആ വലിയ സ്നേഹം ഏതവസ്ഥയിലുള്ളവർക്കും യേശുവുമായി ബന്ധം സ്ഥാപിക്കുന്നതിന്, നേരിട്ട് ബന്ധം സ്ഥാപിക്കുന്നതിന് കർത്താവ് അനുവാദം കൊടുത്തിട്ടുണ്ട്. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ മോചിച്ച്
ഞങ്ങളുടെ രോഗങ്ങൾ സൗഖ്യമാക്കി ഞങ്ങളെ ഓരോ ദിവസവും ബലപ്പെടുത്തുന്നുണ്ട്. സ്തോത്രം. ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ഈ ദൈവശക്തി കൊണ്ട് നിൻ്റെ മക്കളെ നിറച്ചു കൊള്ളണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ കൃപ അമിതമായി അത്ഭുതകരമായി നിൻ്റെ മക്കളിൽ വ്യാപരിച്ചാണ്. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മുഖത്ത്. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലസ് യു.